മുസ്ലിം ന്യൂനപക്ഷത്തിന്റെ അവകാശങ്ങൾക്ക് മേലുള്ള കടന്നുകയറ്റവുമായി കേന്ദ്ര സർക്കാർ വഖഫ് ബിൽ പാസാക്കി. എതിർത്ത മറ്റു രാഷ്ട്രീയ പാർട്ടികളെയും വ്യക്തികളെയും മതവിഭാഗത്തിനെയും ഒക്കെ ഒറ്റയ്ക്ക് നിന്ന് എതിർത്തുകൊണ്ട് രാഹുൽ ഗാന്ധിയുടെയും പ്രിയങ്ക ഗാന്ധിയുടെയും ഉൾപ്പെടെയുള്ള കോൺഗ്രസുകാരുടെ മൗന സമ്മതത്തോടെയാണ് വഖഫ് ബിൽ നിയമമാക്കിയത്. അത് അങ്ങനെ മാറ്റിയപ്പോൾ അത് തിരിഞ്ഞു കടിച്ചത് BJP നേതൃത്വത്തെ തന്നെയാണ്. BJPക്കുള്ളിൽ തന്നെയാണ് ഇതിന്റെ പിളർപ്പ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. വഖഫ് ബില്ലിന് പിന്തുണ പ്രഖ്യാപിച്ചത് അംഗീകരിക്കാൻ കഴിയാതെ JDU-വിലുള്ള വലിയൊരു വിഭാഗം നേതാക്കന്മാർ കഴിഞ്ഞ ദിവസം രാജിവെച്ച് പുറത്തുപോയിരുന്നു. അതിനു പിന്നാലെ ഇപ്പോൾ മതനിരപേക്ഷ ചേരിയിൽ നിൽക്കുന്ന JDU നേതാക്കൾ നിതീഷ് കുമാറിനെ കാണാൻ തയ്യാറെടുക്കുകയാണ്. JDU-വും BJP-യും തമ്മിലുള്ള സഖ്യകക്ഷി ഇതോടുകൂടി നിർത്തലാക്കണം എന്നതാണ് അവരുടെ പ്രധാന ആവശ്യം. അങ്ങനെ JDU BJP-യിൽ നിന്ന് പിളർന്നു മാറുകയാണെങ്കിൽ അത് BJP-യുടെ മുഴുവൻ അംഗബലത്തെയും ശക്തിയെയും ബാധിക്കും. എന്നാൽ ഇതിനിടയിൽ വഖഫ് ഭേദഗതി നിയമത്തെക്കുറിച്ചുള്ള മുസ്ലിം വിഭാഗത്തിന്റെ ആശങ്ക മാറ്റാൻ എന്ന തരത്തിൽ രാജ്യവ്യാപക പ്രചാരണത്തിനൊരുങ്ങി BJP. വഖഫ് നിയമത്തിന്റെ ഗുണങ്ങളെക്കുറിച്ച് വീടുകൾ തോറും കയറി ഇറങ്ങി ജനങ്ങളോട് വിശദീകരിക്കാനാണ് തീരുമാനം. വഖഫ് ബില്ലിനെ അനുകൂലിച്ചതിന്റെ പേരിൽ NDA സഖ്യകക്ഷികൾക്ക് പ്രത്യേകിച്ച് ബീഹാറിലെ JDU-വിനുണ്ടായ പ്രശ്നങ്ങൾ പരിഹരിക്കുകയാണ് ലക്ഷ്യം. ബീഹാർ തെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ സംസ്ഥാനത്തിലായിരിക്കും കൂടുതൽ പരിഗണന. എല്ലാ മണ്ഡലങ്ങളിലും വീട് കയറി പ്രചരണത്തിനാണ് നിർദ്ദേശം. സ്ത്രീകളെ ഉൾപ്പെടുത്തിയാവും പ്രചാരണ പരിപാടികൾ നടത്തുക. മുസ്ലിം വനിതകൾക്കിടയിൽ പ്രത്യേക പ്രചാരണവും ഉണ്ടാവും. സംസ്ഥാന തലങ്ങളിലെ ശില്പശാല ഈ മാസം 15-ന് തുടങ്ങും. പാർട്ടിയുടെ എല്ലാ MP-മാരും MLA-മാരും സ്വന്തം മണ്ഡലത്തിൽ ചുരുങ്ങിയത് ഒരു പ്രചാരണ യോഗത്തിലെങ്കിലും പങ്കെടുക്കണമെന്നും നിർദ്ദേശമുണ്ട്. BJP ജനറൽ സെക്രട്ടറിമാരായ ദുഷ്യന്ത് ഗൗതം, രാധാ മോഹൻദാസ്, അനർഗോൾ എന്നിവർക്കൊപ്പം കേരളത്തിൽ നിന്നുള്ള BJP നേതാവ് അനിൽ ആന്റണിയും സമിതിയിലുണ്ടാകും. സമിതിയിലെ അംഗങ്ങൾക്കായി കിരൺ റിജിജു ഉൾപ്പെടെയുള്ള മന്ത്രിമാരുടെ നേതൃത്വത്തിൽ പ്രത്യേക വർക്ക്ഷോപ്പ് നടത്താനും തീരുമാനിച്ചിട്ടുണ്ട്. പ്രചാരണ പരിപാടികളിൽ പറയേണ്ട വഖഫിന്റെ ഗുണങ്ങളെക്കുറിച്ച് വർക്ക്ഷോപ്പിൽ വിശദീകരിക്കും. വഖഫ് നിയമം ന്യൂനപക്ഷങ്ങൾക്ക് എതിരാണെന്ന പ്രതിപക്ഷത്തിന്റെ പ്രചരണത്തിന് തടയിടാനാണ് രാജ്യവ്യാപകമായ പ്രചരണത്തിന് BJP തീരുമാനിച്ചിരിക്കുന്നത്. പ്രതിപക്ഷ പാർട്ടികൾ വഖഫ് നിയമ ഭേദഗതിക്കെതിരെ പ്രതിഷേധം കടുപ്പിക്കുമ്പോഴാണ് ഇത് ചെറുക്കാനുള്ള നീക്കത്തിന് BJP-യും തയ്യാറെടുക്കുന്നത്. പ്രചരണ പരിപാടികൾക്കായി ദേശീയ തലത്തിൽ BJP സമിതി രൂപീകരിച്ചു. പാർട്ടി ദേശീയ ജനറൽ സെക്രട്ടറി രാധാ മോഹൻദാസിന്റെ നേതൃത്വത്തിലുള്ള സമിതിയിൽ അനിൽ ആന്റണി, അരവിന്ദ് മേനോൻ, ജമാം സിദ്ദിഖി എന്നിവർ അംഗങ്ങളാണ്. ദേശീയ തലത്തിലെ പ്രചരണം പാർട്ടി അധ്യക്ഷൻ JP നദ്ദ ഉദ്ഘാടനം ചെയ്യും. BJP ദേശീയ സെക്രട്ടറി അരവിന്ദ് മേനോനാണ് തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ചുമതല. തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ എങ്ങനെയെങ്കിലും ചെയ്യാനുള്ളതൊക്കെ ചെയ്തു കഴിഞ്ഞിട്ട് ഇനി മറ്റുള്ളവരെ ഇതൊന്നും നിങ്ങൾക്ക് പ്രതികൂലമല്ല എന്ന് പറഞ്ഞ് ബോധ്യപ്പെടുത്തിയെടുക്കണം. കാര്യം അവർക്കൊക്കെ പ്രതികൂലമാണെങ്കിലും അതല്ല എന്ന് ബോധ്യപ്പെടുത്തി വോട്ട് നേടിയാലല്ലേ പിന്നെയും അധികാരത്തിലിരുന്ന് ദ്രോഹിക്കാൻ കഴിയൂ. നല്ല രാഷ്ട്രീയ ബുദ്ധി.